ചായ ചായ. ഇതെന്തോന്ന്? അത് ചായ. അത് ചായ. ഇത് ചായ അത് മനസ്സിലായി. ഈ താലപ്പൊലി പോലെ ഏതാണ്ട് പിടിച്ചോണ്ട് നീ നിൽക്കുന്നില്ല, അതെന്തുവാ? ഇത് ചായയുടെ കൂടെ കഴിക്കാനുള്ള കടിയാണ്. അങ്ങനെ ഒരു പതിവ് ഇവിടെ ഇല്ലല്ലോ. ഉണ്ടായിരുന്നു കൊച്ചമ്മ. അതായത് നേരത്തെ ഇല്ലായിരുന്നു, പക്ഷെ ഇനി മുതൽ അങ്ങനെയാണ്. ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് ഞങ്ങൾക്ക് ആഹാരം തരുന്ന കൊച്ചമ്മ ഈ പുതുവർഷം മുതൽ ഞങ്ങൾ തരുന്ന വെറൈറ്റി ആഹാരം കഴിക്കണം അല്ലേ? അതെ അതെ അതെ. എന്താണ് വെറൈറ്റി ആഹാരം? നോക്കട്ടെ. കേക്കാണ് കൊച്ചമ്മ. ഇതാണോടാ അതിന്റെ വെറൈറ്റി ആഹാരം? കൊച്ചമ്മ ഈ അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക, ഒന്ന് വിചാരിക്കരുത്. ഒരാഴ്ചയായിട്ട് നമ്മൾ ഈ വെറൈറ്റി ആഹാരം തിന്നോണ്ടിരിക്കുക. ക്രിസ്മസിന്റെ അത് തുടങ്ങിയതല്ലേ കേക്ക് തീറ്റി? അതങ്ങനെയാണ് കൊച്ചമ്മ. ക്രിസ്മസ് ന്യൂ ഇയറും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത, അതായത് അത് കഴിഞ്ഞ് വരുന്ന 2 ആഴ്ച എല്ലാ വീടുകളിലും ഇത് തന്നെയായിരിക്കും വെറൈറ്റി. എന്നാ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. നീ എന്തുവാ പറയാൻ വരുന്നത്? പറ, കേക്കട്ടെ. അതുകൂടെ കേക്കട്ടെ. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഒരുപാട് പേര് കേക്ക് കൊണ്ടുവന്നു. അതും വെറൈറ്റി കേക്കുകൾ. എന്ത് സ്നേഹമുള്ള ആൾക്കാരല്ലേ. അത് തന്നെ ഞാൻ പറയാൻ വന്നത്. കുഞ്ഞേ, ഓണം ആകുമ്പോ നമ്മൾ വീട്ടിൽ വറക്കുന്ന ഉപ്പേരിയോ ശർക്കര വരട്ടിയോ അത് ഇതൊക്കെ കുറേശ്ശെ നമ്മൾ അങ്ങോട്ട് കൊടുത്ത് വിടും അല്ലേ? പെരുന്നാളാവുമ്പോഴോ അതുപോലെ തന്നെ അയൽവക്കത്ത് താമസിക്കുന്നവരെല്ലാരും ഉണ്ടാക്കുന്ന പത്തിരിയും ഇറച്ചിയും ബിരിയാണി അതും ഇതും എല്ലാം കൂടെ നമുക്ക് ഇങ്ങോട്ട് കൊടുത്ത് വിടും അല്ലേ? ക്രിസ്മസ് വരുമ്പോ ഇതുപോലെ കേക്കുകളും വരും. അതൊക്കെയാ മനുഷ്യര് തമ്മിലുള്ള ഒരു സ്നേഹബന്ധം എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അതൊക്കെ വരും. അല്ല, അങ്ങനെ സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടിട്ടാണ്. അയ്യോ കൊച്ചമ്മ, നമ്മൾ ഈ സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടിട്ടാണ് ഈ ഓരോ മതങ്ങളും ഒത്തൊരുമയായിട്ട്. അതാ ഞാൻ പറയാൻ വന്നത്. എടാ, ഇതൊക്കെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ. ഈ തമ്മിലടിയും പരദൂഷണം, അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിയുടെ മതത്തിന്റെ പേരൊക്കെ കിടന്ന് ചിലപ്പ് വെറുതെ ഒരു കാര്യമില്ല. പോകുമ്പോ എല്ലാവരും ഒരേ സൈസ് വെട്ടിയില്ല. എന്ത് പറ്റി വിഷമിച്ചിരിക്കുന്നത്? അയ്യോ, എന്താ മക്കളെ? എന്തോ ഒരു സങ്കടം ഉണ്ട് എന്റെ പൊന്നുമൊക്കെ. എന്താ മോനെ? പറ, അച്ഛമ്മയോട് പറ. എന്തോ പറ്റി? അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കൂല, അല്ലെങ്കിൽ ഭയങ്കര ചിരിച്ച് കളിച്ച് വരുന്ന ആളാ. പറ. എന്തോ ഉണ്ട് മക്കള്, പറ. അച്ഛമ്മയോട് പറ. അച്ഛമ്മ, എനിക്ക് മാത്സിന്റെ പേപ്പർ കിട്ടി. എനിക്ക് 50ക്ക് 42. എത്ര? 42. 42? 50 നല്ല മാർഗല്ലേ പൊന്നുമക്കളെ? കൊള്ളാം, അതും കണക്കിന്. അയ്യോ, അതിനായിരുന്നു ഈ സങ്കടം. നല്ല മാർഗം. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്ക് കണക്ക് ഭയങ്കര പാടായിരുന്നു. പറഞ്ഞിട്ടതൊന്നും ബാക്കിയെല്ലാം മലമറക്കാം. അല്ല മക്കളെ, ഭയങ്കര പാടായിരുന്നു കണക്ക്. സാറിന് എന്നെ കാണുന്നതേ ഇഷ്ടമില്ല, എനിക്ക് ഇഷ്ടമില്ലായിരുന്നു സത്യം. കേട്ടോ മക്കളെ, ഈ കണക്കെന്ന് പറയുന്ന വിഷയം ഉണ്ടല്ലോ, മാത്തമാറ്റിക്സ്, അത് പഠിക്കാനായിട്ട് അതിന്റെ ബേസിക് ഒന്ന് പഠിച്ച് നല്ല മനസ്സിലാക്കി വെച്ചാൽ അപ്പൊ തന്നെ കണക്ക് എളുപ്പം. അല്ല, അച്ഛമ്മയ്ക്കും കണക്ക് ഇച്ചിരി ഇഷ്ടമല്ലാത്തൊരു വിഷയമായിരുന്നു. കൊച്ചമ്മ, ഞാൻ പഠിക്കുന്ന കാലത്ത് ബേസിക് എന്ന് പറഞ്ഞ പുസ്തകം ഇല്ല. എന്തോന്ന്? എങ്ങനെ? ബേസിക് എന്ന് പറയുന്ന പുസ്തകം ഞാൻ പഠിക്കുന്ന സമയത്ത് ഇല്ലായിരുന്നു. ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാ. പോടാ അവിടുന്ന്. ബേസിക് എന്ന് പറഞ്ഞാൽ എന്തുവാ? ബേസിക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ബാലപാഠങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ അതിന്റെ ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കണം. കണക്ക് പഠിക്കുക. ഞാൻ പഠിക്കുന്ന സമയത്ത് കൂട്ടുക, കുറയ്ക്കുക, ഹരിക്കുക, പിന്നെ കുണിക്കുക. കുണിക്കുകയല്ല, പിന്നെ ഗുണിക്കുക. അതെ, അത് തന്നെ. അങ്ങനെ പഠിച്ചാണ് ഞാൻ ഈ നിലയിൽ എത്തിയത്. ഏത് നിലയില്? അങ്ങനെയല്ല, അത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള കൊച്ചമ്മ ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ എന്റെ അടുത്തല്ലേ പറയുന്നത്. പിന്നെ എന്റെ അടുത്ത് തന്നെ മുത്തോ ചായ ഉണ്ടോ അങ്ങനല്ലേ പറഞ്ഞേ? സുരഭി എന്നാണ് ആദ്യം വിളിക്കുന്നത്. പാവപ്പിടി കുഞ്ഞിന് വെള്ളം കൊടുക്കും, ഒരു ചായ ഇട്ട് കൊടുക്കും മക്കളെ. അതാണ് ഇതിലൂടെ കൊടുക്ക്. വെറൈറ്റി ഫുഡ് മുത്തുവിന്റെ ഈ വെറൈറ്റി ഫുഡ് ഇതിനാണ് ഇത്രയും മുറിച്ച് കൊണ്ടുവച്ചിരിക്കുന്നത്. ആർക്ക് തിന്നാൻ? അല്ല, കൊച്ചമ്മ കഴിച്ചിട്ട് ബാക്കി വെച്ചിരുന്നാ മതി. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ വീണ്ടും എടുത്തേരാ. ഞാൻ ഈ മുത്തോട് പറഞ്ഞതാണ്, അമ്മ ഒരു പീസ് കേക്ക് മാത്രമേ കൊടുത്താൽ മതി. ഇല്ല, കൊച്ചും ഇതെല്ലാം അങ്ങ് കഴിക്കൂ. ചുമ്മാ ഫ്രിഡ്ജ് വെച്ച് അടുത്ത നാളെ അതൊക്കെ വെറുതെ എന്ത് കൂടെ അവന് കൊണ്ടുപോയി തിന്നാൻ. അതന്നെ, എടുത്തോണ്ട് പോന്നീ. അമ്മ ഒരു പീസ് എടുക്കമ്മ. എനിക്ക് ചായ കുടിക്കട്ടെ, പിന്നെ കഴിക്കാം. ചായ കഴിക്കാൻ വേണ്ടിട്ടാണ് കൊണ്ടുപോണത്. നാളെ വെച്ചേക്കുന്ന ഒരു മഹാന് ഇപ്പൊ പോന്ന വഴിക്ക് 2 തിന്ന് കാണോ? അയ്യോ, എന്താ ഇത്? എക്സാം പേപ്പർ ആണോ? എക്സാം പേപ്പർ ആണോ? ഞാൻ അറിഞ്ഞില്ല. ഇതെന്താ ഇത്രയും മാർക്ക്? അമ്മ, അതെ, എക്സാം കുറച്ച് ടഫായിരുന്നു. 42 മാർക്ക്. നിനക്ക് നാണമില്ലേ? എന്ത് ടഫായിരുന്നെന്ന്?
അമ്മ പഠിപ്പിക്കാത്ത പോർഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വന്നമ്മ. അതുകൊണ്ട് അത് ടീച്ചർ പറയുകയും ചെയ്തു. ആ അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ല. നിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ തന്നെയല്ലേ നിനക്ക് എക്സാമിൽ വന്നിട്ടുള്ളത്? അമ്മ പഠിപ്പിച്ചില്ലായിരുന്നമ്മ അത്. പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ പഠിക്കണമായിരുന്നു. നിന്റെ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറില്ലേ? പഠിപ്പിക്കാത്ത പോർഷൻ ആണെന്നുണ്ടെങ്കിൽ നോക്കണം. അങ്ങനെയാണ് പഠിക്കുന്ന കുട്ടികള്. അമ്മ അതല്ല, ടീച്ചർ പഠിപ്പിക്കാതെ നമ്മൾ എങ്ങനെ പഠിക്കാനാ? പിങ്കി, ഒരുപാട് സംസാരിക്കാൻ നിൽക്കരുത്. അവള് വാങ്ങിച്ചോണ്ട് വന്നേക്കുന്ന മാർക്ക് 42 മാർക്ക് കിട്ടിയില്ലേ? 8 മാർക്കല്ലേ പോയുള്ളൂ. ആട്ടെ, ആരെ ക്ലാസ്സിൽ ടോപ്പർ? ആൻമറിയ. ആൻമരി, നിന്റെ കൂടെ നടന്നിട്ട് അവള് ക്ലാസ്സിൽ ടോപ്പർ ആയല്ലേ? നിനക്ക് നാണമില്ലേ പിങ്കി? അമ്മ അവള് മാർക്ക് വാങ്ങിച്ചാൽ ഞാൻ എന്തിനാ നാണിക്കണത്? അയ്യ, ഞാൻ എന്തിനാ നാണിക്കണത്? എത്ര മാർക്ക് ആൻമരിക്ക്? 43. അവക്ക് 1 മാർക്ക് നിന്നെക്കാളും കൂടുതലല്ലേ? ശോ, നിനക്ക് ഇത് എങ്ങനെ എന്നോട് വന്ന് പറയാൻ തോന്നുന്നു പിങ്കി? അതിനൊക്കെ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട് വിട്ടാ സ്കൂള് വിട്ടാ വീട്, ഇങ്ങനൊരു ചിന്ത മാത്രമേ ഉള്ളൂ. എനിക്കൊക്കെ എക്സാമിന് 1 മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഉറക്കമേ ഇല്ല. അതെങ്ങനെയാ? പഠിക്കാൻ പറയുന്നിടത്ത് പഠിക്കണം. വെറുതെ പേപ്പറിൽ ചിത്രവും വരച്ച് കഥയും പറഞ്ഞുകൊണ്ട് നടന്നാൽ നടക്കത്തില്ല. ഈ വരുന്ന PTA മീറ്റിങ്ങിന് നീ നിന്റെ അച്ഛനെയും കൊണ്ട് പോയാൽ മതി. ഞാനങ്ങും വരത്തില്ല. എന്ത്? എനിക്ക് ഈ 8 മാർക്ക് പോയത് എവിടെയാണെന്നുള്ളത് കറക്റ്റ് പറഞ്ഞു തരാതെ നീ എന്നോട് ഒരു അക്ഷരം മിണ്ടരുത് പിങ്കി. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കണത്? പേപ്പർ റീവാലുവേഷൻ കൊടുത്താലോ? റീവാലുവേഷനാ? അല്ലേ, വേണ്ട. ഒരു കൂസലുമില്ല 8 മാർക്ക് പോയിട്ട്. നീ എന്നോട് ആ 8 മാർക്ക് എങ്ങനെ പോയിന്ന് പറഞ്ഞിട്ട് മിണ്ടിയാ മതി പിങ്കി. അതല്ലാതെ ഒരു അക്ഷരം മിണ്ടി പോയേക്കരുത്. അമ്മ കൊണ്ട് വന്നേക്കുന്ന അവളുടെ മാർക്ക്. മാർക്കല്ലേ പോയുള്ളൂ. എന്ത് പറ്റി? വീർപ്പുമുട്ടിയിരിക്കണം. കാര്യമുണ്ട്. എന്ത് കാര്യം? പിങ്കി മോളെ ഉടനെ മാറ്റണം. എങ്ങോട്ട് മാറ്റാൻ? ഇല്ലെങ്കിൽ അവള് വഷളാവും. എടി, നീ മനുഷ്യനെ ടെൻഷൻ അടിക്കാതെ കാര്യം എന്തോന്ന് പറ. അവൾ എക്സാമിന് വാങ്ങിച്ചിരിക്കുന്ന മാർക്ക് കണ്ടോ? 42. ഇങ്ങനെ പോയാൽ എന്തായിരിക്കും അവളുടെ ഭാവി? ഇത്രയുള്ള കാര്യം നീ പറയണ കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ച അവക്ക് എന്തോ ചിക്കൻ ബോക്സോ വേറെ വല്ല പനിയായിരിക്കും. മനുഷ്യനെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ? അതെ, പനിയും ചിക്കൻ ബോക്സും മാത്രം പേടിച്ചാ പോരാ, ഇതുപോലുള്ള മാർക്കുകളും പേടിക്കണം. എടി, ഇപ്പൊ ഈ മാർക്കിന് എന്താണ് കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? ഇങ്ങനെ പോയാൽ എന്തായിരിക്കും അവളുടെ ഭാവി? എനിക്ക് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. വെറും 42 മാർക്ക്. നീ എത്താനും പിടിക്കാനും ഒന്നും പോണ്ട. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല മാർക്ക് തന്നെ. ആ, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ബട്ട് ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ സ്കൂൾ മാറ്റണം. എന്നിട്ട് ഇച്ചിരൂടെ സ്ട്രിക്റ്റ് ആയ ഒരു സ്കൂളിൽ അവളെ ചേർക്കണം. പിന്നെ രാവിലെയും വൈകുന്നേരം ഒരു നല്ല ട്യൂഷൻ ഏർപ്പാടാക്കണം. പിന്നെ അതിനുശേഷം വീട്ടിൽ വന്ന ശേഷം രാത്രി ഒരു 11-12 മണി വരെയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ പഠിപ്പിച്ചോളാം. ബെസ്റ്റ് ഐഡിയ. താങ്ക് യു. ചുരുക്കം പറഞ്ഞ കൊച്ചിന് ശ്വാസം വിടാൻ പോലും സമയം കൊടുക്കരുത്. അതിന്റെ ഇടയ്ക്ക് എത്രയോ സമയം അവളിരുന്ന് ശ്വാസം വിട്ടോട്ടെ. എടി, നീ ഈ യുഗത്തിലൊന്നും അല്ലേ താമസിക്കണത്? പണ്ടത്തെ പോലെ കൊച്ചുങ്ങളെ 24 മണിക്കൂറും പഠിപ്പിക്കുകയൊന്നും ചെയ്യരുത്. പഠനത്തോടൊപ്പം അവരുടെ കഴിവും കൂടെ കണ്ടുപിടിക്കണം. അതാണ് ചെയ്യേണ്ടത്. അതെ, കഴിവ് തെളിയിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാലേ അവർക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോയി പോകും. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ. അതിൽ കുറഞ്ഞ ഒരു കഥയ്ക്ക് ഞാനില്ലേ. എന്റെ ലക്ഷ്മി, അതൊക്കെ അവള് പഠിച്ച് വലുതായി പക്വതയൊക്കെ ആവുമ്പോ തെരഞ്ഞെടുത്തോളും കരിയർ. നീ ആയിട്ട് അവളെ തലയിൽ അടിച്ചു കൊടുക്കണ്ട. പ്രശോഭേട്ട, അവക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ വഷളായി പോകും പെണ്ണ്. നീ സ്വാതന്ത്ര്യം കൊടുക്കണ്ട, അത് അവളെ അവകാശമാണ്. ആ ശരി, പ്രശോഭേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആ സ്കൂൾ മാറ്റും. മാറ്റിക്കോ. എന്നിട്ടോ അപ്പുറത്തെ വിളയെ കൊണ്ടുപോയി. ഞാൻ അവളെ ആ സ്കൂളിൽ നിന്ന് മാറ്റുമെന്ന്. മാറ്റും. എടി, അവൾ എന്റെ മോളാണെങ്കിലേ അവൾ ആ സ്കൂളിൽ തന്നെ പഠിക്കും. ഇല്ല ഇല്ല ഇല്ല, ചാടി വെച്ചോട്ടല്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്റെ അടുത്ത് ചാടുമ്പോൾ അവളുടെ അടുത്ത് അങ്ങനെ ചാടി അവളെ മനസ്സ് വിഷമിച്ചോട്ടല്ല. നല്ലത് തരും എന്റേത്. എന്റെ ഈ മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. വേറൊരു മുഖം കൂടെ ഉണ്ട്. അത് കാണാൻ നീ കെൽപ്പുണ്ടായിട്ട് വന്നാ മതി. പറഞ്ഞു മനസ്സിലായ? മാർക്ക് പറഞ്ഞ സ്കൂള് മാറ്റാൻ വന്നിരിക്കണം.
അമ്മേ, ഞാൻ വിചാരിച്ചു എനിക്ക് പൊട്ടിയെന്ന്. ജസ്റ്റ് എസ്കേപ്പ്. എന്നാൽ ഈ കുറച്ച് മാർക്ക് കുറഞ്ഞ കൊച്ചിന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്ന എന്തൊരു സ്വഭാവം എന്തോ കഷ്ടം തന്നെ കേട്ടാ. പിന്നെ അല്ലാതാ, അത് ഇത്രയും മാർക്ക് വാങ്ങിച്ചേന് ഇങ്ങനെ കാണിക്കൂ, എന്തോ സ്വഭാവം ഇല്ലേ? എനിക്ക് അറിഞ്ഞൂടെ. അല്ല, മോളൊരു കാര്യം ചെയ്യ്, കേറി അങ്ങ് മിണ്ടണം. ഞാൻ മിണ്ടിയതാ മുത്തങ്ങളെ, എന്നിട്ട് പക്ഷെ അമ്മ എന്നൊന്നും നോക്കുന്നത് പോലും ഇല്ല. അയ്യേ. എന്റെ മാക്സിമം ഞാൻ ഈ വാങ്ങിച്ചത്. തന്നെ തന്നെ. അല്ല, വേറെ കാര്യം, അത് ഈ കാലഘട്ടത്തിന്റെ കുഴപ്പമാണ് കുഞ്ഞ്. മുത്തൊന്ന് കേക്കണോ, പണ്ട് ഞാൻ ഒരു എക്സാം എഴുതിയായിരുന്നേ, സത്യം പറഞ്ഞ കഷ്ടിച്ചാണ് ഞാൻ ജയിച്ചത്. എന്റെ അച്ഛൻ എന്താ ചെയ്തെന്ന് അറിയാമോ? അടിച്ചാ? അല്ല, അപ്പുറത്തുള്ള വീടുകളിൽ പരിപ്പോളം വാങ്ങിച്ചു കൊടുത്ത്. അങ്ങനെന്നുണ്ടെങ്കിലേ ഞാൻ പരീക്ഷ എഴുതിയത് കാരണം. ഞാൻ പരീക്ഷ എഴുതിയ കഥ അറിയാമോ? പറ മുത്തങ്ങളെ. ഓണപരീക്ഷയുടെ സമയമാണ് ഓണം. എന്നിട്ട് മുത്തങ്ങൾ ഞങ്ങൾ 4-5 പേരുണ്ട്. ഞാൻ, രാജേഷ്, രമണയും ചന്ദ്രയും. അപ്പൊ ഇതിൽ ചന്ദ്രൻ ഞങ്ങളോട് അലിമ്പ് കാണിക്കുമെങ്കിലും എല്ലാത്തിനും അങ്ങ് ഫുൾ മാർക്ക് വാങ്ങി. ചന്ദ്രൻ, ഈ ചന്ദ്രൻ. അപ്പൊ ഞാൻ ഒരു ദിവസം ചന്ദ്രനോട് ചോദിച്ചു, എന്റെ ചന്ദ്ര, നീ ഇതെങ്ങനെയാണ് ഫുൾ മാർക്ക് നമ്മളോട് അലിമ്പെല്ലാം കാണിച്ചിട്ട് വാങ്ങിക്കുന്നത്? അപ്പൊ അപ്പോഴൊരു സൂത്രം പറഞ്ഞു തന്നു. എന്തോ? അതായത് അവൻ വൈകുന്നേരം ഒരു 6 മണിക്ക് ആഹാരം കഴിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങും. ഇന്നൊരു രാത്രി 12 മണിക്ക് എണീറ്റ് വെളുക്കുന്നവരെ പഠിക്കും. അപ്പൊ ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് എല്ലാം ഓർമ്മയിൽ നിൽക്കും. അങ്ങനെ ആ സൂത്രം പ്രയോഗിച്ച് മുത്തങ്ങളെ ജയിച്ചാ? മക്കളെ 6 മണിക്ക് ആഹാരം കഴിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങി. രാത്രി 12 മണിക്കല്ല, രാവിലെ 9 മണിക്കാണ് എഴുന്നേറ്റത്. പിന്നെ 1 മണിക്കൂറേ ഉള്ളൂ പരീക്ഷയ്ക്ക്. പിന്നെ ബോർഡിൽ ചെന്ന് പരീക്ഷ എഴുതി ജയിച്ചാ? ഒന്നും പഠിക്കാതെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ജയിക്കുന്നത്? 8 നില പൊട്ടി. അതൊക്കെ വെച്ച് നോക്കുമ്പോ എന്റെ മക്കള് ഫുൾ മാർക്ക്. അതെ, മക്കള് വിഷമിക്കൊന്നും വേണ്ട കേട്ടാ. പക്ഷെ അമ്മയ്ക്ക് ഇതൊന്നും പോരാ. അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്ത്? പിന്നെ അല്ല, അതൊക്കെ മിണ്ടും, വിഷമിക്കണ്ട കേട്ടോ. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണേ. അല്ല മോളെ, അപ്പൊ ഇതുവരെ ലക്ഷ്മി പിങ്കിയോട് സംസാരിച്ചിട്ടില്ലേ? മോന്തയെ വീർപ്പിച്ചിട്ട് നടക്കാണ്. പാവോ കൊച്ച്. എനിക്കാണെങ്കിൽ ചൊറഞ്ഞങ്ങോട്ട് വന്ന് വല്ലതും പറയാൻ പറ്റുമോ? കൊച്ചു ഫ്രണ്ട് ഇരിക്കയില്ലേ? പാവം, ആ കൊച്ചു നല്ല വിഷമമുണ്ട് അമ്മ. എന്ത് ചെയ്യാൻ ഇത്? ആരോടെ പറയാനിത്? അമ്മയ്ക്ക് പോയി ചോദിച്ചൂടെ? ഞാന് അവളോട് പോയിട്ട് ഞാൻ പോയിട്ട് എന്തോ ചോദിക്കണമെന്ന്? 2 കൊടുക്കണം. ഞാൻ 2 കൊടുത്താലേ അത് 200 പ്രശോഭന് തിരിച്ചു കിട്ടും. അത് മാത്രമോ, പിന്നെ ആ ദേഷ്യം മുഴുവൻ ആ കുഞ്ഞിനോട് കാണിക്കും. അമ്മ പറഞ്ഞ ശരിയാ, എങ്ങനെ പ്രതികരിക്കണേ നമുക്ക് പറയാൻ പറ്റൂല. എന്തോ ഉണ്ടൊരു വഴി. പിങ്കി മോളടുത്ത് മിണ്ടാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അമ്മ. അതും ഇങ്ങനൊരു നിസാര കാര്യത്തിന് എന്തെങ്കിലും നിന്റെ കുറ്റബുദ്ധി തോന്നുന്നുണ്ടാ? എന്നെക്കാളും കുട്ടുബുദ്ധി അമ്മയ്ക്കാണ്. അപ്പൊ അമ്മ പറഞ്ഞ പൊന്നു കുഞ്ഞെ, നീ വല്ലതും ഉണ്ടേ പറ. പാവാ കുഞ്ഞിന്റെ കാര്യമല്ലേ. എന്റെ തറവേലയിൽ എനിക്കൊരു ബുദ്ധി വരുന്നുണ്ട്. തറവേല? അല്ല, വേല എന്ന് പറഞ്ഞാൽ മതി. തറയാണെന്നുള്ളത് പറയാതെ അറിയാമല്ലോ. എന്നാ പിന്നെ ഞാൻ പറയാനില്ല. ശരി, അപ്പൊ നിനക്ക് എന്നെ കുരുട്ട് ബുദ്ധിക്കാരി എന്നൊക്കെ പറയാം അല്ലേ? തമാശ പറഞ്ഞാലേ, നീ പറ. എന്തെങ്കിലും ഉണ്ടേ പറ മോളെ. പറയട്ടാ. നല്ല ഐഡിയ, സൂപ്പർ ഐഡിയ. പക്ഷെ ഇത് കാണുമ്പോൾ അവിടെ കിട്ടുമായിരിക്കുമല്ലേ? നമ്മളെ ഭാഗ്യം പോലെ കഷ്ടപ്പെടണം, അതാണ് സത്യം. നമ്മുടെ ഭാഗ്യവും കുഞ്ഞിന്റെ ഈശ്വരാധീനം വിളിക്കും. എങ്ങനെയൊന്ന് മിണ്ടിയാ മതി. വള്ളമല്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒട്ടും താമസിക്കാതെ അതിനുള്ള ശ്രമം അങ്ങ് തുടങ്ങും. എന്നാ പിന്നെ പോയിട്ട് വരാല്ലേ? പിന്നെ മുത്തു മറ്റേ കൂടെ വരണോ? എന്റെ അമ്മ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലത്. ശരിയാ, കുളവാക്കും അവനെ. പിന്നെ പോട്ടെ. വിജയീ ഭവ. എന്റെ ദൈവമേ, എന്തെങ്കിലും ഒരു കഷ്ണം പേപ്പർ കിട്ടണേ. ഓരോ തള്ളമാരുടെ അഹങ്കാര. കുഞ്ഞിന്റെ സങ്കടം ആലോചിച്ച് നോക്കണം, പെറ്റ തള്ളം ഉണ്ടാതെ നടക്കുമ്പോ. യോ അമ്മേ ഭഗവാനെ. അയ്യോ.
ലക്ഷ്മി നീ നമുക്ക് കുറച്ചും കൂടെ കറി വിളമ്പി കൊടുത്തേ. അത് തന്നെ. ഞാൻ വിളമ്പിയാ ശരിയാവില്ല. അവർക്ക് കറി കൊടുത്തേ. കഴിക്കെന്തോന്ന് പറ്റി? കൈയൊന്ന് മുറിഞ്ഞു. അതെങ്ങനെ മുറിഞ്ഞത്? കറിക്കരിയപ്പോ മുറിഞ്ഞു. അപ്പൊ അരിഞ്ഞുണ്ടാക്കി കറി എവിടെ? ഞാൻ സ്വയം അങ്ങ് കഴിച്ചു. മുത്തോണ്ണന് വിളമ്പി കൊടുക്കാൻ പറ്റുമോ? ഓ ആ സ്വയം ഉണ്ടാക്കുന്ന സാധനങ്ങൾ കഴിക്കാൻ കഴിക്കും, ഒരു കുഴപ്പമില്ല. അയ്യോ. ആ പ്ലേറ്റ്. ആ മക്കളെ എന്തോ എവിടെ പോയതല്ലേ നീ എത്ര നേരം? ശ്ശോ. ഇതിനിടയ്ക്ക് സുരഭി എവിടെ പോയിരുന്നു? ഞാനൊരു യാത്ര പോയതാ. ആ ഞാനേ നിന്നെ കഴിക്കാനുള്ള പ്ലേറ്റ് എടുത്തോണ്ട് വരാം. എന്തായി മോളെ? നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല പണിക്കുള്ള സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയ എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ ആ മണ്ടൻ മേനോനെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യത്തിന് സുനിത മേനോ ഇല്ല, പട്ടം ചുറ്റി എങ്ങോട്ടാ പോയിരിക്കുന്നു. അത് പോവല്ലേ, വീട്ടിൽ ഇരിക്കില്ലല്ലോ. ഞാൻ അവിടെ ചോദിച്ചു, നമ്മുടെ ചേച്ചിയുടെ പഴയ ടെസ്റ്റ് പേപ്പറും ബുക്കും പുസ്തകവും ഒക്കെ ഒന്ന് വേണം, പിങ്കി മോളുടെ സ്കൂളിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോഴാ മണ്ട അത് വിശ്വസിച്ചമ്മ. എന്നിട്ട് എനിക്കൊരു പെട്ടി കാണിച്ചിരുന്നു, മോളുടെ എടുത്തോ ഇതിനകത്ത് എല്ലാം ഉണ്ടെന്ന്. അതിലെല്ലാം ഉണ്ടായിരുന്നു അമ്മ. എടുത്തോണ്ട് ഞാൻ ഇങ്ങ് പോന്നു. കിട്ടിയല്ലോ അപ്പൊ സാധനം. നീ ഒട്ടും താമസിക്കണ്ട, തുടങ്ങിക്കോ. പറഞ്ഞത്താ നീ കൂടെ വല്ല കഴിക്ക്. അയ്യോ ചേച്ചിക്ക് ഇതുവരെ പിങ്കി മോളത്തുള്ള പിണക്കം മാറിയില്ലേ? അയ്യോ കൊള്ളാം. അതങ്ങനെ പെട്ടെന്നൊന്നും മാറില്ല. അവളാ നഷ്ടപ്പെടുത്തിയ 8 മാർക്ക് അതെനിക്ക് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് പറഞ്ഞു തന്നിട്ടല്ലാതെ ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ മിണ്ടത്തില്ല. ആ അവള് പദയാത്ര വന്നു 8 മാർക്ക് അന്വേഷിച്ച്. ലക്ഷ്മി നീ കുറച്ച് ക്രൂരതയാണ് കാണിക്കണത്. പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരു ക്രൂരതയില്ല പ്രശ്നപ്പെട്ട. അല്ലെങ്കിലും ഞാൻ എക്സാമിന്റെ കാര്യത്തിൽ പണ്ടേ സ്ട്രിക്റ്റാ. എനിക്കൊക്കെ 1 മാർക്ക് കുറയാന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു പോകും. ഇത് 8 മാർക്ക് കൊണ്ടേ കളഞ്ഞിട്ട് ഒരു കൂസലും ഇല്ല. ആ ഉറക്കമില്ലായ്മ അവൾ ഇത്ര ക്ഷീണിച്ചു പോയത് കേട്ടോ. ചേച്ചി ഇതിനേക്കാളും ഭേദം ഞാന്. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കിട്ടി. ചേച്ചിയുടെ പഴയ പെട്ടി തുറന്നപ്പോഴേ പഴയ പരീക്ഷ പേപ്പർ ഞാൻ എടുത്തോണ്ട് പോന്നു. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അയ്യോ എന്തോ അടി. അമ്മ പിന്നെ അമ്മ അമ്മ അറിയരുത്. അമ്മ എഴുതിട്ട് മാസ്റ്റർ പ്ലാൻ. സുരഭി ഇതൊന്നും നീ പുറത്ത് കാണിക്കരുത്. ഇല്ല. എന്റെ സകല വിലയും പോകും. മോളെ കാണിക്കാം. വേണ്ട. എന്താ ഞാൻ പറഞ്ഞില്ലേ 50-ല് 42 മാർക്ക് കിട്ടിയ കൊച്ചിനെ പറഞ്ഞത് ഞാൻ കേട്ടു. 50-ല് 3 ഞാൻ 5 മാർക്കെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട്. എന്ത് ഭേദം ഞാൻ. പറ്റിപ്പോയോ നീ പറയണ എന്ത് ചെയ്യോ? അങ്ങനെയാണെങ്കിലേ പാവം പിങ്കി മോളെടുത്ത് സ്നേഹത്തിൽ സംസാരിക്ക്, അവക്ക് വേണ്ടതൊക്കെ എടുത്തു കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളെ പരീക്ഷ പേപ്പർ എടുത്തിട്ടേ ഞാൻ ഫ്ലെക്സ് തൂക്കുത്ത വീടിന്റെ ഫ്രണ്ടിൽ. എനിക്ക് ശരിക്കറിയാം, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യോ? ഒന്ന് തുടങ്ങിക്കോ. മോളെ പിങ്കി, ഓ കറി വേണോടാ? അയ്യോ പ്ലേറ്റ് താ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മക്കളെ, പെട്ടെന്ന് ശരിയാവും സംഗതി. 8 മാർക്കല്ലേ, അത് പോട്ടെ, നമുക്ക് വേണ്ട. നമുക്ക് അടുത്ത എക്സാമിന് നോക്കാട്ടോ. അത്രേ ഉള്ളൂ. അതിലേലും മാർക്കിലൊക്കെ എന്താ കാര്യം ഇല്ലേ പ്രശ്നപ്പെട്ട? അതെ. 8 അല്ല 18 പോയാലും ഇനി അമ്മയ്ക്ക് വിഷമമില്ല. മോക്ക് പറ്റുന്ന മാർക്ക് മേടിച്ചാ അല്ലേ? പക്ഷെ 3.5 മാർക്ക് മേടിക്കാൻ പാടില്ലല്ലേ അമ്മ? നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണേ? കൊച്ചമ്മ മനുഷ്യന് സ്വഭാവം പെട്ടെന്ന് ഇങ്ങനെ മാറുമോ? മാറും. അതെങ്ങനെറിയോ, ഒരുത്തം മാറ്റിയേ തീരൂ എന്നും പറഞ്ഞ ഒരു ശപഥം ചെയ്ത് ഇറങ്ങിയാല് മാറിപ്പോകളാ. ഇത് വല്ലാത്ത മാറ്റമായി. ആർക്കാ ഒരു മാറ്റം ഇഷ്ടമല്ലാത്തത് അല്ലേ? അല്ലേ സുരഭി? അയ്യോ അത് തന്നെ. അയ്യോ കാണിക്കരുതില്ല. അങ്ങ് തന്നേരാ, ഞാൻ വെച്ചേക്കാം. ഇനി അവൾ 53 വാങ്ങിച്ചാലും അവിടെ അമ്മ മിണ്ടില്ല. 3 അല്ല 3.5. 3.5 വാങ്ങിച്ചാലും മിണ്ടില്ല. കഴിക്ക് പ്രസവപ്പെട്ടും കഴിക്ക്. അമ്മ മേടിക്കുക കേട്ടോ. ശരി.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.